തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നിരുന്ന വാഗ്ദാനം ശരിക്കും പാലിച്ചു എന്ന് പറയാൻ പറ്റുമോ? പൂർണ്ണാർത്ഥത്തിൽ പാലിച്ചോ എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. സംസ്ഥാന സർക്കാർ ഈ പറയുന്ന 1500 കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്, അപ്പൊ എന്നിട്ട് കൂടിയും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC. ഒരാളിന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് അല്ല, ജസ്റ്റ് അയാൾക്ക് പോകണം. പൊരി വെയിലായിരിക്കും, മഴയായിരിക്കും, ഒരാളിന്ന് കൈ കാണിച്ചാൽ അങ്ങനെ ചവിട്ടി നിർത്തി കൊടുക്കാനുള്ള മര്യാദ പോലും ഇല്ലാത്തവരാണ് നമ്മുടെ KSRTC ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ഭൂരിഭാഗവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണിപ്പൊടി ഇടുന്നത് പോലെ വിചാരിക്കാം. അത്രയും നമുക്ക് കരുതേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ബസ്സുകളാണ് ഓർഡിനറി. ബാക്കിയുള്ള ബസ്സുകളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചാൽ ഏകദേശം ഒരു 3500-4000 കോടി രൂപ പ്രതിവർഷം KSRTCക്ക് നൽകേണ്ടതായി വരും. കാരണം എന്താ, തനത് വരുമാനം KSRTCക്ക് കുറയുന്നു. ഇപ്പൊ തന്നെ 64 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എത്ര കോടിയാണ് അതിനകത്ത് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുന്ന ആലോചിച്ച് നോക്കണം. അപ്പൊ 1000 രൂപ കൂടി 64 ലക്ഷം പേർക്ക് കൂടുമ്പോൾ എത്രയാവും? 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപനം വന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ന്. അപ്പം ഏതാണ്ട് ഒരു 75 കോടിയോളം രൂപ സർക്കാരിന് ഈ വകയില് KSRTCയിലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ആ ബാധ്യതകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നിരുന്ന വാഗ്ദാനം ശരിക്കും പാലിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാലിച്ചു എന്ന് പറയാം, പക്ഷെ പൂർണ്ണാർത്ഥത്തിൽ പാലിച്ചോ എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, ഇപ്പം ഉണ്ടായൊരു പത്രസമ്മേളനം വിളിക്കുന്നു. മന്ത്രിസഭാ തീരുമാനത്തിന്റെ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതിൽ ഇനിയും അങ്ങോട്ടേക്ക് സൗജന്യ യാത്ര ഉണ്ടാവും. അതിനിടയിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ 1500 കോടി രൂപ പ്രതിവർഷം ഈ സംസ്ഥാനത്ത് എന്താ പറയാ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് KSRTCക്ക് ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയ്ക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനിയും വരുന്നൊരു കാര്യം, ഇനി 800 കോടി രൂപ 70 മുതൽ 800 വരെ കോടി രൂപ ഇനിയും അധികപ്പറ്റ് വീണ്ടും കൊടുക്കേണ്ടി വരും. ഏകദേശം 2300-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന KSRTCക്ക് ഇനിയും വരും കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നേ പറ്റൂ. എങ്കിലേ ഇത് മാനേജ് ചെയ്യാൻ പറ്റൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ KSRTCക്ക് ടിക്കറ്റ് വരുമാനമാണല്ലോ. ടിക്കറ്റ് ഇതിലെ വരുമാനം എന്ന് പറയുന്നത് 2 തരത്തിലാണ് KSRTCയുടെ വരുമാനം കിടക്കുന്നത്. ടിക്കറ്റ് വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ടിക്കറ്റ് കച്ചവടം ചെയ്യുന്നതിലൂടെ, ബസ് ഓടിക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനം ഒന്ന്. ടിക്കറ്റ് ഇതര വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ KSRTCയുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വാടകയ്ക്ക് കൊടുക്കുക, അതിലൂടെ കിട്ടുന്ന വരുമാനം. അതോടൊപ്പം തന്നെ പരസ്യങ്ങൾ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള KSRTC ബസ്സിൽ പരസ്യം ഒട്ടിക്കുന്നതിനെതിരെ പരസ്യം പതിപ്പിക്കുന്ന ഒരു നടപടിക്രമമുണ്ടല്ലോ. അപ്പൊ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റല്ലേ, RTO ഇതൊക്കെ ഇത് വരുമാനമാണ്. KSRTC സംബന്ധിച്ചിടത്തോളം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. പിന്നെ അതോടൊപ്പം ചെറിയ പൈസയ്ക്ക് താമസിക്കാൻ പറ്റിയ അവരുടെ ഹോട്ടൽ, കിളിക്കൂട് പോലെ ചെറിയ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് താമസ സൗകര്യങ്ങൾ ഒരുക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട്. അത് ശരിക്കും പറഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കിയത് പിന്നെ നേരത്തെ ഇടതുപക്ഷ സർക്കാരാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് സ്ത്രീ സൗഹൃദം എന്നുള്ള നിലയിലേക്ക് മാറ്റി ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന ഇതാണ്. അപ്പൊ ഇങ്ങനെ അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡുകളുടെ ഡെവലപ്മെന്റ്, നേരത്തെ നമുക്കറിയാം പലയിടങ്ങളിലും അത്ര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഷോപ്പിംഗ് മാളുകളോ തിയേറ്ററുകളോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ ലെനിൻ സിനിമാസ് എന്ന് പറഞ്ഞിട്ട് സിനിമാ തിയേറ്റർ നിൽക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിന്റെ മുകളിലാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ പിന്നെ താഴെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം KSRTCക്ക് കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ ഈ വരുമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന 1500 കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ട് കൂടിയും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളായി ഇതിന്റെ തലപ്പത്തേക്ക് വരുന്ന തൊഴിലാളി നേതാക്കന്മാരുണ്ട്. അതെല്ലാം പ്രശ്നക്കാരാണ്, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എല്ലാ ഈ KSRTCയുടെ തലപ്പത്തിരിക്കുന്ന BMS ആണെങ്കിലും CITU ആണെങ്കിലും INTUC ആണെങ്കിലും എല്ലാ എണ്ണം താപ്പാനകളാണ്. അവര് പിന്നെ അവരുടെ CITUവിന്റെ അല്ലെങ്കിൽ INTUCയുടെ ഒക്കെ ഓഫീസിൽ വന്നിരുന്നിട്ട് പോവാന്നുള്ള അല്ലാതെ ഇവരെ കൊണ്ട് വേറെ കഴിവുകളൊന്നുമില്ല. അപ്പം പിന്നെ തന്നെയല്ല KSRTCയിലെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ KSRTCക്ക് ഉണ്ടായ നഷ്ടത്തിന് പ്രധാന ഉത്തരവാദികളാണ്. ഇപ്പോഴാണ്, അതായത് ഗണേഷ് കുമാർ ഇടപെട്ടതിന് ശേഷമാണ് പലപ്പോഴും പറയുന്നത് വെറുതെ കക്ഷം ചൊറിയാൻ കൈവയ്ക്കാലും വണ്ടി നിർത്തി കൊടുക്കണമെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ അതോടൊപ്പം K-Swift എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് KSRTC മാറിയത് തന്നെ ഒരു നല്ല ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. കാരണം K-Swiftലേക്ക് മാറുന്നതിനെതിരെ ഭയങ്കര വിമർശനമായിരുന്നു. അതായത് അവിടുത്തെ KSRTCയിലുള്ള ജീവനക്കാരും അതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെ സംഘടനകളും എല്ലാം വലിയ വിഷയം ഉണ്ടാക്കി. K-Swift എന്ന് പറയുന്ന ഒരു സാധനം കാരണം പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും K-Swift വന്നതോടുകൂടി യാത്ര കുറച്ചുകൂടെ എളുപ്പത്തിലായി, യാത്രക്കാർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിലിറ്റി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പം അവരെന്ത് ചെയ്തു, ബസ്സുകളിൽ ആൾക്കാരെ വിളിച്ചു കയറ്റാൻ തുടങ്ങി. പണ്ട് അങ്ങനെയൊന്നുമല്ല, ബസ് വേണമെങ്കിൽ ചവിട്ടിത്തരും, വേണമെങ്കിൽ എന്നല്ല നിർത്തുകയല്ല. അതായത് ഇപ്പം ഒരു സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്
ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ചെറിയ ജംഗ്ഷനിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം പിന്നെ അവിടെ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പ് ഇല്ലാന്ന് വെക്കുക, പുള്ളിക്ക് എറണാകുളത്തേക്ക് പോകണം, ഒരു സൂപ്പർ ഫാസ്റ്റ് വരുന്ന കണ്ടിട്ട് അദ്ദേഹം കൈ കാണിച്ചു. ഇതാ പണ്ടായിരുന്നെങ്കിൽ KSRTC ചവിട്ടത്തില്ല, നിർത്തത്തില്ല, അത് വിട്ടങ്ങ് പോകും. കാര്യം എന്താ, ഞങ്ങൾക്ക് സ്റ്റോപ്പില്ല അവിടെ. അതേസമയം അവിടുന്ന് എടുക്കുന്ന ഒരാൾക്ക് തൊട്ട് ബാക്കിൽ ഏത് സ്റ്റോപ്പാണോ അവിടെ നിന്നുള്ള ടിക്കറ്റ് ചാർജ് അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്, എറണാകുളം വരെ ഉള്ളത്. ഇപ്പം ആറ്റിങ്ങൽ കഴിഞ്ഞിട്ടാണ് നിർത്തുന്നതെങ്കിൽ ആറ്റിങ്ങൽ മുതലുള്ളതാണ് അവർക്ക് എടുക്കുന്ന ഒരു ടിക്കറ്റ് ചാർജ്. അപ്പൊ ഈ രീതിയിലൊക്കെ പിന്നെ സ്വിഫ്റ്റുകാരെ എന്ത് ചെയ്തു, സ്വിഫ്റ്റുകാരെ ബസ് ചവിട്ടി നിർത്തി അവരാളിനെ എടുക്കാൻ തുടങ്ങി. അവർക്ക് എന്താ ഓട്ടത്തിൽ പിടിക്കുക എന്ന് പറയത്തില്ലേ, അപ്പോൾ പിന്നെ ആളിനെ കയറ്റുക, ആളിന് ടിക്കറ്റ് കൊടുക്കുക, യാത്ര ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്വിഫ്റ്റ് കുറച്ചുകൂടെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം വന്നു. എന്നാൽ ഈ സ്വിഫ്റ്റ് ബസ്സുകൾ ഇപ്പം പിന്നെ പ്രീമിയം ബസ്സുകൾ വരെ സ്വിഫ്റ്റിനുണ്ട്, ലോ ഫ്ലോർ അല്ലെങ്കിൽ തന്നെയും സെമി സ്ലീപ്പർ ബസ്സുകളെല്ലാം പിന്നെ ഇൻട്രസ്റ്റേറ്റ് നടത്തുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ എന്ത് ചെയ്ത് സ്വിഫ്റ്റിനെതിരായിരുന്നു. നമ്മൾ അന്നത്തെ വാർത്തകൾ കണ്ടറിയാം, ഒരു ബസ് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ബസ്സാണ്. അപ്പം ആദ്യം ഇറങ്ങിയ സമയത്ത് സ്വിഫ്റ്റിന് ഗരുഡ മഹാരാജ എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബസ്സുകളൊക്കെ അപകടത്തിൽ പെടുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താ, മാധ്യമങ്ങൾ സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു എന്നാണ്. ഇങ്ങനെയാണ് അവർ കൊടുക്കുന്ന വാർത്തകൾ. മാധ്യമങ്ങൾ അന്നും സ്വിഫ്റ്റിനെ എങ്ങനെ തരം താഴ്ത്താം എന്നുള്ളതാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പിന്നെ മറ്റു ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ തെറ്റുകൊണ്ടാണെങ്കിൽ തന്നെയും സ്വിഫ്റ്റ് വാഹനം ചെന്നിടിച്ചു എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരും. എന്ന് വെച്ചാൽ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തോ വലിയ തെറ്റിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുകയും ചെയ്തു. എന്നാൽ അത് ഓടിത്തുടങ്ങിയിടത്തോളം സമയം ഇപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് നല്ല അഭിപ്രായം വന്നു തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ള ബസ് ഓടിക്കുന്നവർക്കും മനസ്സിലായി, പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ KSRTCയിൽ നിന്ന് കാശ് മേടിച്ച് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ പണിയെടുത്തേ പറ്റൂ എന്ന് പറയാൻ തോന്നലുണ്ടായി. മറ്റേത് ഓർഡിനറി ബസ് പോലും ആൾക്കാർക്ക് വേണ്ടി ചവിട്ടി കൊടുക്കത്തില്ലെന്നേ. ഒരാളെന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് അല്ല, ജസ്റ്റ് അയാൾക്ക് പോകണം, പൊരി വെയിലായിരിക്കും, മഴയായിരിക്കും, ഒരാളെന്ന് കൈ കാണിച്ചാൽ അങ്ങനെ ചവിട്ടി നിർത്തി കൊടുക്കാനുള്ള മര്യാദ പോലും ഇല്ലാത്തവരാണ് നമ്മുടെ KSRTCയിൽ ഉണ്ടായ ജീവനക്കാരിൽ ഭൂരിഭാഗവും. അതൊക്കെ മാറിയതൊരു പക്ഷേ KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ എവിടെ പിന്നെ വണ്ടികൾ കൊണ്ടുവന്ന് ആവശ്യമില്ല കൊണ്ട് തട്ടിമുട്ടി എവിടെങ്കിലും കൊണ്ട് കയറ്റിയിടുന്ന ശീലമൊക്കെ അതൊക്കെ മാറി. അപ്പൊ KSRTC എന്ന് പറയുന്ന ഒരു പൊതുവിലൊരു സിസ്റ്റമാറ്റിക് സംവിധാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം. പുതിയ ബസ്സുകൾ വന്നു, പുതിയ സൗകര്യങ്ങൾ വന്നു. അപ്പൊ ഇനിയും ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രം മതി. ഇപ്പൊ ഇവിടുത്തെ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സൗകര്യങ്ങളെ മാനേജ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ വേറെ അധികപ്പറ്റ അവരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതായത് പിന്നെ റോഡുകൾ പണിയണ്ട, മാനേജ് ചെയ്താൽ മതി. പിന്നെ പാലങ്ങൾ പണിയണ്ട, മാനേജ് ചെയ്താൽ മതി. KSRTC അത്യാവശ്യം ബസ്സുകളൊക്കെ കിടപ്പുണ്ട്, ഇതിനെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രം ചെയ്തു കൊടുത്താൽ മതി. അല്ല വേറെ ഒന്നും അധികപ്പറ്റി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഇത്രയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി ചുരുക്കുകയാണ് ചെയ്തത്. ശരിക്കും വിശാലാർത്ഥത്തിൽ നമുക്കതിനെ കാണാൻ പറ്റില്ല, ചുരുക്കി എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ മറ്റു വീഡിയോയിൽ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് ഒരു KSRTC ബസ് ഓർഡിനറി ബസ് യാത്ര ചെയ്യുന്നത്. ആ ദൂരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് സൗജന്യ യാത്ര ചെയ്യാൻ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ തന്നെ സംസാരിച്ച പോലെ സമയനഷ്ടം ഉണ്ടാവും. അതായത് ഇപ്പം ഇവിടുന്ന് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾക്ക് ആറ്റിങ്ങിലോ മറ്റോ അല്ലെങ്കിൽ കൊല്ലത്തേക്കോ മൊത്തം പോയിട്ട് ജോലി ചെയ്യണം, അല്ലെങ്കിൽ പാരിപ്പള്ളി അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് 2 ബസ് കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ അത്രയും ഡിസ്റ്റൻസിലേക്ക് അവർക്ക് 2 ബസ് കയറി ഇറങ്ങുമ്പോൾ ഈ ദൂരം അത്രയും ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ അവിടെ നിന്ന് ഓർഡിനറി ബസ്സിൽ കയറി ആറ്റിങ്ങിൽ വരില്ല. നോർമലി തന്നെ അവിടെ ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവൽ ടൈം വരുന്നുണ്ട് തിരുവനന്തപുരം ടു ആറ്റിങ്ങൽ. ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷൻ എല്ലാം പരിഗണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണിപ്പൊടി ഇടുന്നത് പോലെ വിചാരിക്കാം, അത്രയും നമുക്ക് കരുതേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ബസ്സുകളാണ് ഓർഡിനറി. അപ്പം ഈ 30, 40, 50 കിലോമീറ്റർ ഒന്നും ആരും KSRTCയിൽ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യില്ല. വളരെ ഒരു മാക്സിമം വന്ന ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ, മറ്റ് ബസ് സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ 15 കിലോമീറ്റർ വരെ ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്യും. അല്ല അതിന് മേളൊക്കെയാണ് അതിന് ഫാസ്റ്റ് ബസ്സുകളേ പോവുള്ളൂ. അപ്പൊ ഇത് സാധാരണഗതിയിൽ സാധാരണക്കാരുടെ കണ്ണിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തന്നല്ലോ എന്ന് പറയുന്ന വാഗ്ദാനം തന്ന് പാലിച്ചല്ലോ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇപ്പം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഘട്ടം ഘട്ടമായി KSRTCയിലേക്ക് പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള ബസ്സുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്ന ഒരു നയം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ അതിന് തുടക്കം ഞാൻ പറയുന്നത് സതീശൻ അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1500 കോടി രൂപ ഞങ്ങൾ ഓൾറെഡി KSRTCക്ക് നൽകുന്നുണ്ട്. സോ ഇനി ഞങ്ങൾ 800 കോടി കൂടി ഇക്കാര്യത്തിൽ കൊടുക്കും. ഇനി KSRTC ലോക്കൽ ബസ്സുകളിലെ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിലെ ചാർജ് അല്ല ഫാസ്റ്റിന്, അത് കൂടും.
ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്ത് ഓടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 രൂപയുടെ വരെ വ്യത്യാസം ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുണ്ട്. അല്ലെങ്കിൽ 5 രൂപയ്ക്കകത്ത് വരുന്ന വ്യത്യാസം ഈ രണ്ട് ബസ് സർവീസുകൾ തമ്മിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബസ് ചാർജ് അവിടെ വർദ്ധിക്കുന്നു. അപ്പൊ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 800 കോടി എന്ന് പറയുന്ന തുകയിൽ നിന്നും വലിയ മാറ്റം ഉണ്ടാവും. അത് ചിലപ്പം അതിലും കൂടെ വ്യാപിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന്റെ നേരെ ഇരട്ടിയായി മാറും. ഇപ്പൊ ഓർഡിനറി ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നോക്കി വയ്ക്കുക. അപ്പം അതിന്റെ നേരെ ഇരട്ടിയായി മാറും ടിക്കറ്റ് ചാർജിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഏകദേശം 800 എന്നുള്ളത് നമുക്കൊരു 1500 കോടി എന്ന് പറയുന്ന മറ്റൊരു കണക്കിലേക്കും കൂടെ എത്തും. ആ ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് കൂടെ ആകുമ്പോൾ, സൂപ്പർ ഫാസ്റ്റിലൂടെ ആകുമ്പോൾ അതിനേക്കാൾ മാറുന്നു. കാര്യം ഓർഡിനറിയിൽ നിന്ന് ടിക്കറ്റ് ചാർജിന്റെ വർധനം എന്ന് പറയുന്ന സാധനമുണ്ട്, ഇതിവിടെ പരിഗണിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ബസ് ചാർജ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 1500, 800 അല്ലെങ്കിൽ അതിന്റെ കൂടെ 700 കോടി, അപ്പൊ 1500, ഏകദേശം ഒരു 10,000-3500 കോടി രൂപയോളം നിലവിൽ, അതായത് ബാക്കിയുള്ള ബസ്സുകളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചാൽ ഏകദേശം ഒരു 3500-4000 കോടി രൂപ പ്രതിവർഷം KSRTCക്ക് നൽകേണ്ടതായി വരും. കാരണം എന്താ, തനത് വരുമാനം KSRTCക്ക് കുറയുന്നു. KSRTCക്ക് വരുമാനം കൂടുകയല്ല ചെയ്യുന്നത്, KSRTCയുടെ വരുമാനം കുറയുക. സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ KSRTCയുടെ വരുമാനം കുറയുന്നതുകൊണ്ടാണ്. അപ്പം നിലവിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് അന്നേരം ലാഭകരമായ ഒരു ബിസിനസ്സായി മാറില്ല. KSRTC ലാഭകരമാകില്ല. KSRTC ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ KSRTC വരുമാനം ഉണ്ടാവണം, ടിക്കറ്റ് വരുമാനം ഉണ്ടാവണം. ടിക്കറ്റ് വരുമാനം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് ചാർജുകളിൽ വർധന വരുത്തേണ്ടി വരും. ഇപ്പൊ ഈ പറയുന്ന പോലെ ടിക്കറ്റ് ഇതര വരുമാനത്തിൽ വർധന വരുത്തേണ്ടി വരും. ആ രീതിയിലുള്ള മാനേജ്മെന്റ് മാത്രമേ ഇതിന് നടക്കുകയുള്ളൂ. ഒരു മാനേജിങ് സെറ്റപ്പ് മാത്രമേ KSRTCയിൽ നടക്കുകയുള്ളൂ. പിന്നെ ഈ തൽക്കാലം ആൾക്കാർക്ക് ഇങ്ങനെ ഓടിപ്പോവാം എന്നുള്ളതിനപ്പുറത്തേക്ക് വിശാലമായിട്ടൊന്നും ഇതിനകത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് തൽക്കാലം ജനങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഗ്യാരണ്ടിയിൽ ഒന്ന് നടപ്പിലാക്കി എന്നുള്ളത്, ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്ന കാര്യമൊക്കെ സംശയമാണ്. ഞാൻ ഈ പറഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ പറയുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു സർക്കാരാണ്, വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ഖജനാവാണ് കിടക്കുന്നത്. ആ ഖജനാവ് വെച്ചുകൊണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ സർക്കാർ വരും ഭാവിയിൽ മുടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാര്യം ഇത് മാത്രമല്ല ചെലവ് വരുന്നത്. പിന്നെ ഇനി വരുന്ന ഇൻഷുറൻസ് പദ്ധതി കിടക്കുന്നു. ആ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതിനെക്കാട്ടി ഹൈലൈറ്റ് പ്രോജക്റ്റ് ആണത്. 25 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും, ഏകദേശം 90 ലക്ഷം കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളത്. ഈ 90 ലക്ഷം കുടുംബങ്ങൾക്കും കൂടി ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെയും ഒരു പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ പ്രതിവർഷം വരുന്ന ചെലവ് എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം, 90 ലക്ഷം. അപ്പം അങ്ങനെ വരുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വേറെ നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം നടപ്പിലാക്കണം. അപ്പൊ ഇത് പറഞ്ഞ ഗ്യാരണ്ടികളെല്ലാം പൂർത്തീകരിക്കണം. പിന്നെ അവിടെ പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പൊ 2000 നിൽക്കുന്നത് 1000 കൂടെ കൂട്ടണം, 3000 ആക്കണം. അപ്പൊ 3000 ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ തന്നെ 64 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എത്ര കോടിയാണ് അതിനകത്ത് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുന്ന ആലോചിച്ച് നോക്കണം. അപ്പൊ 1000 രൂപ കൂടി 64 ലക്ഷം പേർക്ക് കൂടുമ്പോൾ എത്രയാവും? അത്രയും കോടിക്കണക്കിന് രൂപയുടെ വർധന. അപ്പൊ ഇതെല്ലാം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചില വിട്ടുവീഴ്ചകൾ സർക്കാരിന് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് നിലപാട്.